ഹരീഷ് നീതുവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ നീതു സംസാരിക്കുന്നത് നീതുവിൻ്റെ ഏട്ടൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. കേട്ടിട്ട് അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കുകയാണ്. നീതു വന്നിട്ട് ഹരീഷിനെ വിളിച്ചിട്ട് കുട്ടികളുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. അയ്യേ എന്നും പറഞ്ഞിട്ട് അമ്മ ഓടിപ്പോണ്ട് അവളെ പോയി തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് സംസാരിക്കുന്നത് എന്തിനാ, ഇവ ഒളിഞ്ഞൊന്നും കേൾക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ തല്ലും വഴക്കൊക്കെ ആവുന്നുണ്ട്. നിധിക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സുധീഷും കൂടെ വന്നിട്ട് ഗ്രൗണ്ടിൽ വന്നിട്ട് നിധിയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം, അവിടെ മുട്ടാൻ പറ്റില്ല, കാല് കുത്താൻ പറ്റില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിയുമ്പോഴേക്കും ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. ഉദ്യോഗസ്ഥൻ വന്നിട്ട് 2-3 പേരൊക്കെ ലൈസൻസ് എടുക്കും, പിന്നെ കിട്ടാണ്ടും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ അടുത്തത് നിധിയുടെ ആയപ്പോൾ നിധിക്ക് ആകെ ടെൻഷനായി, എങ്ങനെ എടുക്കും എന്നറിയാണ്ട്. അങ്ങനെ അവൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് എത്തിയത് അങ്ങനെ കാല് കുത്തുന്നുണ്ട്. അങ്ങനെ അവളെ റിജക്റ്റ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ സുധീഷ് ഓടിപ്പോയിട്ട് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നിധിയുടെ അടുത്ത് പോയിട്ട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു, എനിക്ക് ടെൻഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സുധീഷ് കുറേ ചീത്ത പറയുന്നുണ്ട്. എന്നെക്കൊണ്ട് ഒന്നിനും ആവില്ല, ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനുവേണ്ടി പ്രയത്നിക്കുകയും കൂടി വേണം. രണ്ട് കൈയും കൊണ്ട് ഒന്ന് വണ്ടി ഓടിക്കാൻ എന്താ എത്ര പേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് അവളെ പറഞ്ഞിട്ട് പിരികേറ്റുന്നുണ്ട്. അപ്പോൾ അത് കേട്ടത് അവൾക്ക് ആകെ ദേഷ്യം വന്നിട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പോയിട്ട് 8 എടുത്തു. എന്നിട്ട് പാസ്സാവുകയും ചെയ്തിട്ട് അവൾ സന്തോഷത്തോടെ ഫോമൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാനൊന്ന് ചൂടാക്കുമ്പോഴേക്കും അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്പയറേഷനാണ് നിനക്ക് ബലമായത് എന്നൊക്കെ പറഞ്ഞു. ഇൻസ്പയറേഷനോ, അതെന്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിധി അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ നിധി ഓടിപ്പോയി എടുത്തത്, എനിക്കറിയാം നിൻ്റെ ഇമേജിൽ തൊട്ട് വെച്ച് നിനക്ക് ദേഷ്യം വരും എന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. അപ്പോഴേക്കും നീതുവിനാണെങ്കിൽ അച്ഛനും അമ്മയും കൂടി വഴക്ക് പറയുന്നുണ്ട്. ഇവിടെ നടക്കുന്നതൊക്കെ നാട്ടുകാർ എന്താണ് ഇവിടെ ബഹളം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വെറുതെ നാണക്കേട് ഉണ്ടാക്കി വെക്കണ്ട എന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അവളുടെ ഫോണിനെയൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അവൾ ഫോൺ എടുത്തിട്ട് അങ്ങനെ റൂമിൽ പോയി വാതിലടയ്ക്കുകയാണ്. നിധി ജോലിക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോൾ നീതുവിൻ്റെ ഏട്ടനും ഫ്രണ്ട്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. നിധിയെ കളിയാക്കുന്നുണ്ട്. അഞ്ജലി എന്ന് പറഞ്ഞിട്ട്, 5 ആണുങ്ങളോടെ താമസിക്കുന്നതുകൊണ്ട് നിനക്ക് ഞാനിട്ട പേരാണ് അഞ്ജലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ 5 ആണുങ്ങളുടെ കൂടെ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾക്ക് ആകെ നാണക്കേടായിട്ട് അവൾ അങ്ങനെ കരഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയതും നികേഷ് പറയുന്നുണ്ട്, എന്താ അടുത്ത് ഇങ്ങോട്ട് തന്നെ വന്നത്, ജോലിക്ക് പോകുന്നില്ലേ, കളവാക്കിയതാണോ എന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷും സുഭാഷൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ കരയുന്നത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, നീതുവിൻ്റെ ഏട്ടൻ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷും ദേഷ്യം വന്നിട്ട് നിധിയുടെ കൈയും പിടിച്ചിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് എല്ലാവരും കൂടെ. അങ്ങനെ ഹരീഷിനെയും വിളിച്ച് പറയുന്നുണ്ട്, നീ അവിടെ കവലേക്കൊന്ന് വാ, ഒരു കാര്യമുണ്ട്, നിധിയെ കുറച്ച് പേര് തോണ്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ കൈയും പിടിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.